ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് ആണ് അടുത്തതായി വേദിയിൽ. അജലാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. നൊസ്റ്റാൾജിയ റൗണ്ടുമായി എത്തുന്നു അജൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അജൽ. അജൽ ചേച്ചി, ഫിഫ്ത് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ? അജൽ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? അച്ചോട്ടന്റെ വീടുന്ന ഫിലിമിലെ ദാസർ ആലപിച്ച ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഈ സോങ് സെലക്ഷൻ നന്നായിട്ട് പാടുക അജൽ. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ സ്റ്റേജിൽ മൊത്തം നല്ല സ്കോർ ആയിരുന്നു. അതേ ഇതന്നെ കീപ്പപ്പ് ചെയ്യുക, അതേ സ്കോർ തന്നെ വേണം കേട്ടോ. നന്നായിട്ട് പാടുമല്ലേ? ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ചന്ദ്രിക മെഴുകിയ മണി
അജൽ, അമേസിംഗ് പെർഫോമൻസ് അജൽ, നന്നായിരുന്നു. നമ്മുടെ കോറസ് ആൻഡ് സിംഗ് ബേർഡ്സ് ഓർക്കസ്ട്ര ഒരു വലിയ കൈയടി കൊടുക്കാം അവർക്ക് എല്ലാവർക്കും. ഇനി അജലിന്റെ കമന്റ്സ്. ബിചേട്ടാ. അജൽ സർ. അതിമനോഹരമായിട്ട് പാടി മോനെ. നീയിപ്പോ കഴിഞ്ഞ ഇതില് ടിവിയില് കേട്ടപ്പോ ചില അജലിന്റെ പെർഫോമൻസിൽ ചില ഇവിടെ കേൾക്കാത്ത ചില സാധനങ്ങൾ വരാം. എനിക്ക് തോന്നുന്നു ടിവിയിൽ കേൾക്കണം എന്ന് മോൻ കേൾക്കണം കേട്ടോ. എല്ലാവരും കേൾക്കണം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ. അല്ല നമ്മൾ ഇവിടെ കേൾക്കുന്നതിനേക്കാൾ ഇവിടെ കുറച്ച് റിവേർബറേറ്റഡ് ആയിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ കേൾക്കാതെ പോകും. പക്ഷെ ടിവിയിൽ കുറച്ച് തെളിഞ്ഞു വരും അത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ ഒരു പ്രശ്നം തോന്നുന്നില്ല. മാത്രമല്ല ആ പാട്ടിന്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്തൊരു ആംബിയൻസ് അത് കൃത്യമായിട്ട് മോൻ അത് ഇത് ചെയ്യുകയും ചെയ്തു. മോന്റെ ഒരു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഒരുപാട് എക്സ്പ്രഷൻസോ ഒരു ബോഡി ലാംഗ്വേജോ കൊടുക്കാതെ ശ്രുതിയിലും ഒരു ലയത്തിലും മാത്രം ശ്രദ്ധിച്ച് പാടിയ അത് വളരെ അപ്രീഷിയബിൾ ആണ്. അത് എല്ലാവരും അത് ഓരോരുത്തരും അന്യോന്യം അവരുടെ ഗുണങ്ങളും ഒക്കെ കണ്ട് അങ്ങോട്ടും പഠിക്കുകയും ഷെയർ ചെയ്യുകയോ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴായിരിക്കും നല്ല ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഗുഡ് ലക്ക്. അജലിനെ ഞാൻ കണ്ടപ്പോ അയ്യോ ഒരു പാവം കുട്ടി അല്ല, സോഫയിലൊക്കെ ഇങ്ങനെ നമുക്ക് ടി വി ഒക്കെ കാണുമ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു കുട്ടി പാടിത്തുടങ്ങിയപ്പോ എന്റെ ദൈവം ഇതെന്താ ഡൈനമൈറ്റ് വാട്ട് സിംഗിങ് ഗംഭീരായി പാടി. എന്താന്ന് വെച്ചാൽ യു ആർ എ നാച്ചുറൽ സിംഗർ. ഒരു എഫേർട്ടും ഇല്ലാണ്ടാണ് ഈ പാടുന്നത്. നാച്ചുറൽ ഫീൽ, അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ഈ മ്യൂസിക് എന്ന് പറയുന്നതിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ട് സുറിന്. ആ ഒരു സാങ്ക്ടിറ്റി ശരിക്കും, സാങ്ക്ടിറ്റിക്ക് എന്താ മലയാളം? പവിത്രത. ആ ഒരു പവിത്രത മോന് ദൈവം ശരിക്കും ബ്ലെസ് ചെയ്തിട്ട് ആ വോയിസിൽ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ പാടിക്കൊണ്ടിരിക്കുക. വെരി വെരി ഗുഡ്. അജൽ, നൊസ്റ്റാൾജിയ എന്ന റൗണ്ടിലാണ് മോനി പാട്ട് നമുക്ക് സമ്മാനിച്ചത്. വിദ്യാധരൻ എന്ന ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ ഒരു വളരെ കുറച്ച് ഗാനങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൂ എങ്കിലും ബി ചേട്ടൻ എന്നോട് പറഞ്ഞു വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പോലും പാഴായി പോയിട്ടില്ല. അത്രയും നല്ല രത്നങ്ങളാണ് വിദ്യാധരൻ മാസ്റ്റർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒപ്പം ഈ പാട്ട് എഴുതിയ ഞാൻ ഗുരുതുല്യനായി കണക്കാക്കുന്ന ശ്രീ എസ് രമേശൻ നായർ സാർ, അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പാട്ടിന്റെ വരികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ എന്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ നൊസ്റ്റാൾജിയ എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഏറ്റവും മലയാളത്തിന്റെ മണമുള്ള ഗാനങ്ങളിലൊന്ന്. ഇതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ഒത്തന്റിക് ആണ്, അത്രയും സത്യസന്ധമാണ് ഈ പാട്ട്. ആൻഡ് മോൻ അസലായിട്ട് പാടി മോനെ. മോന്റെ സിംഗിങ്ങിൽ എനിക്ക് ഒരു ഗായകൻ എന്ന നിലയിൽ അസൂയ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ. ഞങ്ങളൊക്കെ തലകുത്തി നിൽക്കണം. ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്ന എക്സ്പ്രഷൻ ഒരു 10 ടേക്കോ 15 ടേക്കോ എടുത്തായിരിക്കും ചിലപ്പോ മ്യൂസിക് ഡയറക്ടർ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള എക്സ്പ്രഷൻ അത് കൺവേ ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു എഫേർട്ട് ഞങ്ങൾക്ക് ചില സമയത്ത് വരാറുണ്ട്. പക്ഷെ മോൻ ഈ എക്സ്പ്രഷനും ഫീലും ദൈവം ആവോളം മോന്റെ സിംഗിങ്ങിൽ തന്നിട്ടുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുക. ആൻഡ് കീപ് ഓൺ പ്രാക്ടീസിങ്. ഉറപ്പായിട്ട് മോന് വലിയൊരു ഗായകനായി തീരാൻ സാധിക്കും. കമ്മിങ് ടു ദ സോങ്, നന്നായിട്ട് പാടി. ബട്ട് സ്റ്റിൽ ചരണം വാസ് കമ്പാരിറ്റീവ്ലി വീക്ക് ടു ദ പല്ലവി. പല്ലവി അനുപല്ലവിയാണ് മോൻ അസലായിട്ട് പാടിയത്. ചരണത്തിൽ മക്കൾ ഈ വീട്ടിൽ മൈഥിലിമാരെ റിപ്പീറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം തന്നെ was very very good. Thank you for presenting my favorite song also. God bless you Mane. All the best. Thank you. And very very special thanks to Alina and Binha. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കോറസ് സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര. താങ്ക് യു ചേട്ടാ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു അനൂപേട്ട. അജൽ, എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നു? പറയാൻ പറ്റുന്നില്ല. അപ്പൊ ജഡ്ജസിന് ഷുവർ ആയിട്ടും പറയാൻ പറ്റും. നമുക്ക് ചോദിക്കാം. ബി ചേട്ടാ, ഓൺ 30. 28. ഗായത്രി ചേച്ചി 28.5. 28.5. അനൂപേട്ട 28 out of 30. 28 on 30. അജൽ, ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം. ബി ചേട്ടാ on 3. എക്സ്പ്രഷൻ 3. Full scores. ഗായത്രി ചേച്ചി on 3. Again full scores. അനൂപേട്ട. മോനെ, സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് എനിക്ക് 2 കാര്യം സജസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, 2 കൈയും മൈക്കിൽ വെച്ച് പാടാതിരിക്കുക. ബിക്കോസ് ഒരു കൈ ഫ്രീ ആയി എപ്പോഴും റിലീസ് ചെയ്യുക. ആൻഡ് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും മുമ്പിൽ വരുന്ന മ്യൂസിക് സ്കോർ വരുന്ന സമയത്ത്
ക്ലിയർ ആയിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്യുക, താഴെ നോക്കി സൈഡിൽ നോക്കി നിൽക്കാതെ നമ്മളായിട്ട് ഫേസ് ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ സിംഗിങ്. സോ ഐ എം ഗിവിംഗ് യു 3.5 out of 4. Thank you, Anubeta. Ajal, your total score is 94 on 100. സന്തോഷായില്ലേ? സന്തോഷമായി. ഫിഫ്ത് സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോമൻസിന് തന്നെ നല്ല സ്കോർ കിട്ടി. ഇനി 3 റൗണ്ടുകളുണ്ട് അല്ലേ? ഓക്കെ, അതിലും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കണം. ഓൾ ദ ബെസ്റ്റ് അജൽ.